നമസ്കാരം. നമുക്ക് ഇന്നൊരു 45 ക്യൂബ് ടാങ്കിൻ്റെ സ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഈ 45 ക്യൂബ് ടാങ്ക് സ്കേപ്പ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വൈൽഡ് റൈനോ റോക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലുക്കിലേക്കാണ് എടുത്തിരിക്കുന്നത്. പുറകുവശം ഒന്ന് ഹൈറ്റ് കൂട്ടാനായിട്ടാണ് ഈ ലാവ റോക്സ് വെച്ച് ലാവ ചിപ്സ് വെച്ച് ഫില്ല് ചെയ്ത ബാഗ്, മെഷ് ബാഗ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇടുന്നുണ്ട്. ആൻഡ് സോയിൽ നമ്മളിന്ന് ഇതിന് യൂസ് ചെയ്യാൻ പോകുന്നത് ജൂൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മാസ്റ്റർ സോയിലാണ്. ഏകദേശം ഒരു ഐ തിങ്ക് 1.5 ബാഗോളം സോയിൽ ഈ ഒരു സ്കേപ്പിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഐഡിയ എന്ന് പറയുന്നത് ഒരു ഫുള്ളായിട്ട് സോയിൽ ഇട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു സ്കേപ്പിൻ്റെ ഐഡിയയാണ്. ആൻഡ് ഇതൊരു ബിഗിനർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്കേപ്പ് ചെയ്ത് കാണിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളെപ്പോഴും സോയിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുറകുവശം മാക്സിമം പൊക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റോക്സ് ടെമ്പററി ആയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെറിയ ടാങ്കിനകത്ത് സോയിൽ ഇടുമ്പോൾ തന്നെ സോയിൽ ഫ്രണ്ടിലോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ബാഗ് സോയിൽ ഇട്ടതിന് ശേഷം സ്ലോലി നമ്മുടെ ഹാർഡ് സ്കേപ്പ് ഒന്ന് നമുക്ക് ഇഷ്ടാനുസരണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഹാർഡ് സ്കേപ്പ് നമ്മൾ ഇതിനകത്ത് ഗ്ലൂ ചെയ്യുമോ അങ്ങനത്തെ ഒരു എന്താ പറയുക കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉള്ള ഹാർഡ് സ്കേപ്പ് ഒന്നുമല്ല. നമ്മൾ റോക്സ് എടുക്കുന്നു, ഒരു ഇവഗുമി സ്റ്റൈലിൽ ഇനിഷ്യലി വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ സോയിലെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഡീറ്റെയിലിംഗ് പോലെ, ഡീറ്റെയിലിംഗ് എന്ന് പറയാനില്ല, സപ്പോർട്ടീവ് റോക്സ് പോലെ നമുക്ക് ചെറിയ റോക്സും ഫ്രണ്ടിൽ വെച്ചിട്ട്, സോ ഇതാണ് നമ്മുടെ ഫൈനൽ റോക്സ് സ്കേപ്പ് ചെയ്തിട്ടുള്ള രൂപം എന്ന് പറയുന്നത്. ഒരു 1.5 ബാഗ്സ് ഓഫ് 8 ലിറ്ററിൻ്റെ സോയിലാണ്. ഇപ്പോൾ 12 ലിറ്റർ സോയിലാണ് ടോട്ടലായിട്ട് കയറിയിട്ടുള്ളത്. ഫൈനൽ ഹാർഡ് സ്കേപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. 2 സൈഡ് വ്യൂ വരുന്ന ഒരു ടാങ്കാണിതിപ്പോൾ. ഫസ്റ്റ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് ഡോർഫ് സജിറ്റേരിയ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന, എളുപ്പത്തിൽ വളരുന്നൊരു പ്ലാന്റാണ്. സോ ഇത് എൻ്റെ വേറൊരു ടാങ്കിനകത്ത് ഉണ്ടായിരുന്നൊരു കട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് വെക്കുകയാണ്. ദെൻ നമ്മൾ ലുഡ്വിഗിയ സൂപ്പർ റെഡാണ്, മിനിയാണ് വെക്കുന്നത്. ഇതൊരു ഇവഗൂമി അല്ല, ഒരു ഹൈബ്രിഡ് സ്റ്റൈൽ ടാങ്കാണ്. പക്ഷേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈൽ ടാങ്കാണ്, ഒരു സ്കേപ്പാണ് ചെയ്യുന്നത്. സോ കുറച്ച് റെഡ് നമുക്ക് ടാങ്കിനകത്ത് വരാൻ വേണ്ടിയിട്ടാണ് ലുഡ്വിഗിയ ആ മെയിൻ റോക്കിൻ്റെയും പിന്നെ വലത് സൈഡുള്ള ചെറിയ റോക്കിൻ്റെയും പുറകുവശത്താണ് വെച്ച് കൊടുക്കുന്നത്. ദെൻ നമ്മളിതിനകത്ത് കാർപ്പറ്റിംഗ് പ്ലാന്റ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റാർജൻ റെപ്പൻസ് ആൻഡ് ഈ മിനി ഹെയർ ഗ്രാസ് എന്ന് പറയുന്ന എലക്കോഴ്സ് പാവുല ജാപ്പനീസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഫോർഗ്രൗണ്ട് മൊത്തം നമ്മൾ മിനി ഹെയർ ഗ്രാസ് ആണ് വെക്കാൻ പോകുന്നത്. ടിഷ്യൂ കൾച്ചർഡ് പ്ലാന്റ്സ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ് ചെയ്യാൻ വെള്ളത്തിനടിയിൽ പ്ലാന്റ് ചെയ്യാനാണ് എനിക്കിഷ്ടം. ചിലർക്ക് ഡ്രൈ ആയിട്ട് പ്ലാന്റ് ചെയ്യാൻ ഇഷ്ടമാണ്, ചിലർക്ക് കുറച്ച് മഡി രൂപത്തിൽ, അത് കുറച്ച് വെറ്റായിട്ടിരിക്കുന്ന വെറ്റ് ആൻഡ് ഡ്രൈ ഒരു പരുവത്തിൽ ചെയ്യാനായിരിക്കും ചിലർക്ക് ഇഷ്ടം. എനിക്ക് ആക്ച്വലി പ്രത്യേകിച്ച് കാർപ്പറ്റിംഗ് പ്ലാന്റ് എനിക്ക് പ്ലാന്റ് ചെയ്യാൻ ഇഷ്ടം വെള്ളം നിറച്ചിട്ടുള്ളൊരു പരുവത്തിലാണ്. ഇതിപ്പോൾ ഞാൻ പകുതി വെള്ളം മാറ്റിയത് നമ്മൾ ഇനീഷ്യലി സ്കേപ്പ് ചെയ്ത ശേഷം 4 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ പ്ലാന്റ് ചെയ്യുന്നത്. എനിവേ ഇനിഷ്യലി ഒരു വാട്ടർ ചേഞ്ചൊക്കെ വേണമല്ലോ, അപ്പോൾ പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ അതും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പകുതി വെള്ളം മാറ്റിയത്. കാർപ്പറ്റിംഗ് പ്ലാന്റ്സ് ഞാൻ വെള്ളത്തിനടിയിൽ തന്നെ പ്ലാന്റ് ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ, നമുക്കപ്പോൾ പ്ലാന്റ് ചെയ്തതിന് ശേഷം വെള്ളം നിറയ്ക്കുമ്പോൾ പ്ലാന്റ് പൊന്തിപ്പോരുമോ എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട. സോ ഇനീഷ്യലി കുറച്ച് പാടായിരിക്കും ഈ ടെക്നിക്ക് നമുക്ക് കൈവശം വരാൻ. നല്ലൊരു ട്യൂസർ ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള, എന്നാൽ പ്ലാന്റിനെ എന്താ പറയുക പൊട്ടിക്കാത്ത രീതിയിലുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ട്യൂസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. സോ ഈ കാണുന്ന പോലെ നമ്മൾ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പൊന്തി പോരുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം പൊന്തി പോരുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സോയിലോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് എനിക്ക് ഐ ലൈക്ക് പ്ലാന്റിങ് ഇറ്റ് അണ്ടർ വാട്ടർ. ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പ്ലാന്റിങ് കാണിക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്.
നോർമലി അക്വാസ്കേപ്പിംഗ് വീഡിയോസിലെല്ലാം പെട്ടെന്ന് ഓടിച്ചിട്ട് കാണിക്കുകയാണ് ഉണ്ടാവാറ്. പലരും ചോദിക്കാറുണ്ട് ഫുള്ളായിട്ട് കാണിച്ചൂടെ, കാരണം ഓരോ ഏരിയയിൽ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽസൊക്കെ അറിയാൻ ചിലർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നത്. നമ്മളിപ്പോൾ സ്റ്റൈറജൻ റിപ്പൻസ് ആണ് പ്ലാന്റ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഹെവി ആയിട്ട് സ്റ്റൈറജൻ റിപ്പൻസ് പ്ലാന്റ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു ഭാഗത്ത് ലൈറ്റ് ഇച്ചിരി കുറവാണ്. സോ ലൈറ്റ് കുറവുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഗ്രീനായിട്ട് നല്ല വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നൊരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ റിപ്പൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഹൈറ്റായിട്ട് പോകില്ല, നല്ല ലൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് വെട്ടി നിർത്തി കഴിഞ്ഞാൽ കാർപ്പറ്റായിട്ട് പോലും നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നൊരു ചെടിയാണ് സ്റ്റൈറജൻ റിപ്പൻസ്. സോ ഞാൻ ഈ ടാങ്കിൻ്റെ ലെഫ്റ്റ് വശം ഹെവി ആയിട്ട് ഞാൻ റിപ്പൻസ് പ്ലാന്റ് ചെയ്യും. അതുപോലെ ഫ്രണ്ടിൽ വലിയ റോക്കിൻ്റെ ഒരു ഭാഗം കാണുന്നുണ്ടല്ലോ ഷാഡോ ആയിട്ട്, അവിടെ ഞാൻ റിപ്പൻസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ വലതുവശത്തും ഒരു കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട് കുറച്ച് റിപ്പൻസ് പ്ലാന്റ് ചെയ്യുന്നു. ഇതാണ് ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ മെയിൻ പ്ലാന്റ്സ് എന്ന് പറയാൻ ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത്, മിനി ഹെയർ ഗ്രാസും സ്റ്റൈറജൻ റിപ്പൻസും. എഗെയിൻ ഈ ഒരു പ്ലാന്റ് എനിക്ക് വെള്ളത്തിനടിയിൽ പ്ലാന്റ് ചെയ്യാനാണ് ഇഷ്ടം. ഈ പറഞ്ഞ പോലെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെയും പൊന്തി വരുന്നു, പിന്നെയും തിരിച്ച് വെക്കുന്നു എന്നുള്ളൊരു പ്രശ്നങ്ങളൊന്നുമില്ല. റെപ്പൻസ് നിങ്ങൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും ഈസി പ്ലാന്റാണ് റെപ്പൻസ്, പക്ഷേ ചിലർക്കൊക്കെ അത് വർക്കൗട്ട് ആകുന്നില്ല എന്ന് പറയാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ റെപ്പൻസ് അതുപോലെ മോണ്ടെക്കാർലോ ഈ രണ്ട് പ്ലാന്റ്സും, എല്ലാ പ്ലാന്റ്സിനും ഞാൻ ഈ പറയാൻ പോകുന്നത് അപ്ലിക്കബിൾ ആണ്. പക്ഷേ ഈ രണ്ട് പ്ലാന്റ്സിന് നിങ്ങൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ടിഷ്യൂ കൾച്ചറിൽ നിന്നാണ് പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡെയിലി പൊട്ടാസ്യം ഇച്ചിരി എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പൊട്ടാസ്യം ആൻഡ് അയൺ ഡോസിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സക്സസ് റേഷ്യോ കുറച്ചുകൂടി കൂട്ടാൻ പറ്റും. സോ പ്ലാന്റ് ചെയ്ത ശേഷമുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഞാൻ ഈ ഒരു സ്കേപ്പിനകത്ത് ഒരു യെല്ലോയിഷ് ഗോൾഡൻ കളർ വേണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് കുറച്ച് സ്റ്റെം പ്ലാന്റ്സ് ആണ് ബാക്കിൽ ആഡ് ചെയ്യുന്നത്. ഇത് ഏത് പ്ലാന്റ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ഒരു വീഡിയോ ഈ പ്ലാന്റിങ്ങോട് കൂടി നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ടാങ്കിൻ്റെ വീക്ക്ലി അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും, എയ്തർ ബൈ വീഡിയോസ് ഓർ ബൈ ഷോർട്സ്. സോ ആക്ച്വലി കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു സ്കേപ്പ് ചെയ്യുന്നത്. ഈ ടാങ്കിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, ഫിൽറ്റർ, മീഡിയ ലൈറ്റ്, എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. Stay tuned for the next video. I'll see you then. Bye bye.